ആതിര മിസ് ആണ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഓക്കെ, നമ്മുടെ എക്സാം ഇതാ ഇങ്ങ് അടുക്കാറായല്ലേ. നിങ്ങൾ യാത്രയെ സ്നേഹിക്കുന്നവരാണോ? നിങ്ങൾ ഒരുപാട് യാത്ര പോയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് എന്താണ്? യെസ്, യാത്രാ വിവരണം. യാത്രാ വിവരണമാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. മക്കളെ, നിങ്ങൾ ഒരുപാട് യാത്രകൾ പോയിട്ടുണ്ടാവുമല്ലോ അല്ലേ? പോയതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു യാത്രാ വിവരണം തയ്യാറാക്കി നോക്കിയാലോ? വന്നോളൂ. സഞ്ചാരികളുടെ പറുദീസ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹെഡിങ്, ഒരു തലക്കെട്ട് കൊടുക്കുക കേട്ടോ. ഈ യാത്രാ വിവരണം എഴുതുമ്പോൾ അത് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് തലക്കെട്ട് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. മിസ് വായിച്ചരാ, ശ്രദ്ധിച്ചിരിക്കാം. ഈ വർഷത്തെ ഞങ്ങളുടെ അവധിക്കാലം വളരെ പ്രിയപ്പെട്ടതായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ഞങ്ങൾ എല്ലാവരും കൂടി ഒരു യാത്ര പോയി. എല്ലാ വർഷവും പറയുന്ന പോലെ അച്ഛൻ ഇതും ഞങ്ങളോട് വെറുതെ പറയുന്നതാണെന്ന് കരുതി ഞങ്ങൾ ശരിക്കും വിഡ്ഢികളായി മാറിയ നിമിഷം. വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു അത്. അച്ഛൻ പെട്ടെന്നായിരുന്നു അത് പറഞ്ഞത്. മക്കൾക്ക് വയനാട് കാണണോ? ഞങ്ങൾ ഒരേ സ്വരത്തിൽ വേണമെന്ന് പറഞ്ഞു. അച്ഛൻ ഞങ്ങളോട് റെഡി ആവാൻ പറഞ്ഞു. വണ്ടി വിളിക്കാൻ പോയി. അച്ഛൻ വണ്ടിയുമായി തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ ഒരുങ്ങാതെ നിൽക്കുന്നത് കണ്ട് അച്ഛൻ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ പ്രാവശ്യം എൻ്റെ മക്കൾക്ക് ശരിക്കും അച്ഛൻ വയനാട് കാണിച്ചു തരാം. ഞാനും അനിയത്തിയും സന്തോഷത്തോടെ ഒരുങ്ങി നിന്നു. അങ്ങനെ ഞാനും അനിയത്തിയും അമ്മയും അച്ഛനും കൂടി യാത്ര തിരിച്ചു. ഒരുപാട് മണിക്കൂറുകളുടെ യാത്രയ്ക്കൊടുവിൽ അച്ഛൻ പറഞ്ഞു, വയനാട് എത്തിയെന്ന്. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തെ സ്വർഗതുല്യമാക്കുന്നതിൽ വയനാടിനുള്ള പങ്ക് വളരെ വലുതായിരുന്നു. ഇരുഭാഗങ്ങളിലും പച്ച പരവതാനികൾ വിരിച്ച വഴിയിലൂടെ യാത്ര പോകുമ്പോൾ ശുദ്ധമായ വായു ശ്വസിക്കാനാകുമായിരുന്നു. ആ പച്ചപ്പ് കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമ നൽകി. വയനാട്ടിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാൻ. ബാണാസുര മലയും എടക്കൽ ഗുഹയും പൂക്കോട് തടാകവുമെല്ലാം അതിൽ ചിലത്. ചുരം കയറുന്ന സമയത്ത് ഞങ്ങൾ ഒരുപാട് വന്യജീവികളെ കണ്ടു. ഇടതൂർന്ന വനങ്ങളും മലകളും ചുറ്റും കാണപ്പെടുന്ന പൂക്കോട് തടാകത്തിലേക്കാണ് ഞങ്ങൾ പോയത്. ചുറ്റും നടക്കുവാനായി നടപ്പാത ഒരുക്കിയിട്ടുണ്ട്. തടാകത്തിൽ ചുറ്റി സഞ്ചരിക്കാനായി പെഡൽ ബോട്ടുകളും ഉണ്ട്. ഞങ്ങൾ 4 പേരും അതിൽ കയറി കുറച്ചു നേരം യാത്ര ചെയ്തു. തടാകത്തിൽ നിറയെ നീല നിറമുള്ള ആമ്പലുകൾ നിറഞ്ഞിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് നീല ആമ്പൽ കാണുന്നത്. നിങ്ങൾ നീലാമ്പൽ കണ്ടിട്ടുണ്ടോ? ഒട്ടേറെ വൈവിധ്യങ്ങൾ നിറഞ്ഞ വയനാട്ടിൽ നിന്നും വീട്ടിലേക്ക് തിരിച്ചു പോകാൻ ഞങ്ങൾക്ക് മനസ്സ് വന്നതേയില്ല. എങ്കിലും മനസ്സില്ലാ മനസ്സോടെ ഞങ്ങൾ തിരിച്ചു പോകും വഴി അടുത്ത അവധിക്കാലത്തും വയനാട്ടിലേക്ക് തന്നെ വരാമെന്ന് അച്ഛനോട് പറഞ്ഞു. ഒപ്പം കേരളത്തിൽ ഇതുപോലെ പ്രകൃതിയെ സംരക്ഷിക്കുന്ന ഒരുപാട് ജനങ്ങളും വയനാടുകളും ഉണ്ടാവട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. മക്കളെ, നിങ്ങൾ ഒരുപാട് യാത്ര പോയിട്ടുള്ളവരാണെങ്കിൽ ഈ ഒരു യാത്രാ വിവരണം വായിച്ചപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലേക്ക് വല്ലാതെ ഫീൽ ആയിട്ടുണ്ടായിരിക്കും അല്ലേ? കാരണം എന്താണടാ, നമ്മൾ ഓരോ യാത്ര പോകുമ്പോഴും വ്യത്യസ്ത അനുഭവമാണ്, അതേപോലെ വ്യത്യസ്ത അനുഭവങ്ങളാണ് തരുന്നത് അല്ലേ? അതേപോലെ ഈ വയനാട് പോവാത്തവരായിട്ട് അധികം ആൾക്കാർ ഉണ്ടാവൂലല്ലടാ. എന്ത് രസാല്ലേ വയനാട് വയനാട് എന്ന് പറയുമ്പോൾ മിസ്സിന് ആദ്യം ഓർമ്മ വരുന്ന കുരങ്ങന്മാരെ കേട്ടോ. മിസ്സിന് ഒരുപാട് ഇഷ്ടമുള്ളൊരു അനിമൽ, അങ്ങനെ തന്നെ പറയാം. ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഏത് മൃഗത്തിനാണ് ഏറ്റവും ഇഷ്ടം ഏതാണ്? അപ്പോൾ എന്തായാലും നിങ്ങളോട് ഇതേപോലെ ഒരു യാത്രാവിവരണം എഴുതാൻ പറഞ്ഞാൽ നല്ല അടിച്ചു പൊളിച്ച് സെറ്റാക്കി എഴുതിക്കോളാം കേട്ടോ. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അവസരമാണ് നിങ്ങൾ പോയ യാത്രയെ കുറിച്ച് എഴുതാറുള്ളത്. അപ്പോൾ എന്തായാലും അടിപൊളിയാക്കി എഴുതാം. എക്സാമിന് ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഓക്കെ ആണല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും മക്കളെ, ബൈ.